മാം, കുഞ്ഞു കുട്ടികളുടെ പല്ലുകളില്ലേ, കുഞ്ഞിലെ ഇങ്ങനെ പുറത്തേക്ക് ഉന്തി വരാൻ കാരണം അവരിങ്ങനെ വായി കൈയൊക്കെ ഇടുന്നോണ്ടാണോ? അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഓഫ് കോഴ്സ് കൈ വായിലിടുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അവർ ഗ്രോ ചെയ്യുന്നൊരു സമയമല്ലേ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മളെ ജോ ഗ്രോത്തിനൊക്കെ അത് ബാധിക്കും. ഡെഫിനറ്റ്ലി ആ പല്ല് മുന്നോട്ടേക്ക് ഉന്തി വരും. പക്ഷേ ഇത് മാത്രം ഒരു കാരണമല്ല. നൗ ഡേയ്സ് അത് ആൾക്കാർ ശ്രദ്ധിക്കേട്ടാണ് മൗത്ത് ബ്രീത്തിങ്, ടങ് ത്രസ്റ്റിങ്, അതായത് നാവ് മുന്നോട്ട് തള്ളിക്കളിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ പേരൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും ആ ടൈമിൽ നമ്മൾ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിന് ഒരു ജസ്റ്റ് ഒരു റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള നിലയിൽ കൊണ്ടുപോയി, ചിലപ്പോൾ പെയിൻ ആയിട്ടായിരിക്കും മക്കളെ കൊണ്ടുവരിക പാരൻസ്. പക്ഷേ അവരത് അവെയർ ആവുന്നില്ല. ഡെന്റിസ്റ്റുകൾ കാണുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് അഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ പറയും. പിന്നെ ഇത് കൂടാതെ നമുക്ക് നെയിൽ ബൈറ്റിങ്, ചില കുട്ടികൾ വല്ലാതെ നഖം കടിക്കും. ആ കുട്ടികൾക്ക് നമുക്ക് ഈ പല്ല്, കാരണം ഞാൻ പറഞ്ഞില്ലേ, മാനിപ്പുലേഷൻ ടൈമാണ്, ഗ്രോയിങ് ടൈം, വേഗം ചേഞ്ച് റിഫ്ലക്ട് ചെയ്യും, പല്ല് ഉണ്ടാകാൻ തുടങ്ങും. ഡെഫിനറ്റ്ലി തംസക്കിങ് മാത്രമല്ല, മൗത്ത് ബ്രീത്തിങ്, ടങ് ത്രസ്റ്റിങ്, ഇതൊക്കെ ആക്ച്വലി പാരൻസ് അവെയർ ആവേണ്ട ഒരു സംഭവമാണ്. ഒരു 5 ഇയേഴ്സിന് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 4 ഇയേഴ്സ് വരെ ഇതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമാണ്.